ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിയവരുടെ ജീവചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. എന്നാൽ സങ്കല്പിക്കാൻ കഴിയാത്തത്ര ദാരിദ്ര്യത്തിൽ നിന്ന് കുതിച്ചുയർന്ന ഒരു കഠിനാധ്വാനി. അതെ, മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൻകെയർ എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസിനെ കുറിച്ചാണ് ഇന്ന് കവർ സ്റ്റോറി. പ്രതിവർഷം 125 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഒരു സ്ഥാപനം. ഏകദേശം 3500ഓളം ജീവനക്കാർ പണിയെടുക്കുന്ന ഈ രംഗത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൻകെയർ. ജോൺ കുര്യാക്കോസ് എന്ന സംരംഭകന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സ്ഥാപനം. കൊടിയ ദാരിദ്ര്യവും മാനസിക രോഗികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നുമാണ് ജോൺ കുര്യാക്കോസ് ഈ ഉന്നതിയിലേക്ക് കുതിച്ചു കയറിയത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം നമ്മുടെ കണ്ണുകളെ ചിലപ്പോൾ ഈറനണിയിച്ചേക്കാം. ഞാന് ഒരു കൂലിപ്പണിക്കാരന്റെ മകനായിട്ടാണ് ജനിച്ചത്. എന്റെ അപ്പനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്നു. ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം, ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. അപ്പന് ഭ്രാന്ത്, അപ്പന്റെ അപ്പന് ഭ്രാന്ത്, അപ്പന്റെ അനുജന് ഭ്രാന്ത് വന്നിട്ട് ഒരു പട്ടീനെ പൂട്ടിയിടും പോലെ തൊടലിൽ പൂട്ടിയിട്ടിരുന്നു. ഒരു കാല് ഒരു മുരിക്കന്തരി തുളച്ച് അതിനകത്ത് കാലിട്ട് ആപ്പ് വെച്ചടിച്ച് അങ്ങനെയെല്ലാം ദയനീയമായ സ്ഥിതിയിൽ ആ മുറി പൂട്ടിയിരുന്നത് ഞാൻ പലപ്പോഴും കണ്ടതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദുരിതമനുഭവിച്ചാണ്, ദുരിതം കണ്ടാണ് ജീവിച്ചത്, വളർന്നത്. എന്റെ ബാല്യകാലം മുഴുവൻ യാതനയുടേതായിരുന്നു. ഞാനും ചേട്ടനും അനുജനും, ഞങ്ങൾ 3 ആൺമക്കള്, എന്റെ അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബം. വളരെ ദയനീയമായൊരു കുടുംബത്തിലാണ് എന്റെ അമ്മ ജനിച്ചത്. അമ്മയുടെ അപ്പനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ അമ്മ വല്യാമ്മയുടെ കൈപിടിച്ച് 5-6 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ദൂരം. അമ്മയുടെ വീടും ഞങ്ങളുടെ വീടും തമ്മിൽ 5-6 കിലോമീറ്റർ ദൂരമുള്ളൂ. അമ്മ വല്യാമ്മയുടെ കൈപിടിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു വട്ടത്തുണി കൊടുത്തുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, എനിക്ക് നല്ല ഓർമ്മയില്ല, 2-3 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴെല്ലാം പിതാവ് കഠിനാധ്വാനിയായി കഷ്ടപ്പെട്ട് കൂലിപ്പണിയെല്ലാം എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി ഒരു വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. കുറെ പാറപ്പുറമുണ്ട്, അവിടെയെല്ലാം കയ്യാലെല്ലാം വെക്കും. മണ്ണെല്ലാം എടുത്തിട്ട് അവിടെ മണ്ണെല്ലാം ഇട്ട് കപ്പയെല്ലാം നടും. 7 മണിയാകുമ്പോൾ ഒരു തോർത്തുകൊണ്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ചായയും മേടിച്ച് കുടിച്ചേച്ച്, കട്ടൻ ചായയും മേടിച്ച് കുടിച്ചിട്ട് ഓടും കൂലിപ്പണിക്ക്. ഉച്ചവരെ കൂലിപ്പണി ചെയ്യും, തിരിച്ചു വരും, വീണ്ടും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചിരുന്നതായ കാലം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറച്ച് പൈസ എല്ലാം ഉണ്ടാക്കി, വെള്ളവും വഴിയും വെളിച്ചവും ഒക്കെ ഉള്ളൊരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലം വീട് വയ്ക്കാൻ മേടിക്കണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലിപ്റ്റിച്ചുണ്ടാക്കിയ പൈസയെല്ലാം ആ നാട്ടിൽ തന്നെ ഒരാൾക്ക് കൊടുത്തു. 23 സെന്റ് സ്ഥലം മേടിക്കാനായിട്ട് പൈസ മുഴുവൻ കൈമാറി. സ്ഥലം എഴുതി തരുന്നതിന് മുമ്പ് അദ്ദേഹം മദ്യപിച്ചു. ഈ സ്ഥലം എഴുതി തരേണ്ട ആൾ മദ്യപിച്ചു, പോലീസ് പിടിച്ചോണ്ട് പോയിട്ട്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് പോലീസ് പിടിച്ചോണ്ട് പോയി എന്നുള്ള വാർത്ത എന്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാൽ. പെട്ടെന്ന് ആദ്യ കയറി, എല്ലാം പോയല്ലോ, കാലം ഇത്രയും അധ്വാനിച്ചത് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു വ്യഥയിൽ നിന്ന്, ആ ഒരു ദുഃഖത്തിൽ നിന്ന് പെട്ടെന്ന് എന്റെ പിതാവിനെയും തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ ഗ്രസിച്ചിരുന്ന ആ ഭ്രാന്ത് വന്ന് ബാധിച്ചു. അപ്പന് ഭ്രാന്ത് വന്നതോടുകൂടി എല്ലാം താറുമാറായി. അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. അമ്മ ഉച്ചവരെ കൂലിപ്പണി ചെയ്താൽ കിട്ടുന്ന പൈസ മുഴുവൻ ചാറ്റിന് ഗുളിക മേടിക്കാനേ ഉള്ളൂ. 12 ഉറക്കഗുളിക ഒരു ദിവസം എന്റെ പിതാവ് കഴിച്ചിരുന്നു. അന്ന് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. ഉച്ചവരെ എന്റെ അമ്മ കൂലിപ്പണി ചെയ്യും. ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറ് ഒരു മൺചട്ടിയിലാക്കി വാഴയില വെച്ച് മൂടിക്കൊണ്ടുവരുന്നത് കഴിയാൻ ആർത്തിയോടിക്കുന്ന കാലങ്ങൾ. അന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കാനില്ലായിരുന്നു. പിതാവ് പലപ്പോഴും ഒരു ചൂരവടി കൈ പിടിച്ചുകൊണ്ട്, വലിയ ചൂരവടി, പാമ്പിനെ തല്ലിക്കൊള്ളുന്ന വടി, അത് കൈ ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് മൂലയിൽ വന്നിരിക്കും നിരാശപ്പെട്ട്. എന്റെ മക്കൾക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ വടി പത്തല് പോലത്തെ വടി വെച്ചിട്ട് എന്റെ അമ്മയെ അടിക്കും. കൈ നീട്ടിപ്പിടിക്കടി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ആ അമ്മ 5-6 അടിയെല്ലാം കൊള്ളും.
പാവം അമ്മ കരയും. അതിലും ഭയാനകമായ കാര്യം, ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്, വീടിന്റെ പുറകിൽ ഒരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് പുളിയുടെ വടി വെട്ടിക്കൊണ്ട് വന്നിട്ട് കാലിന്റെ ഈ മുട്ടിന്റെ താഴേക്കും മുകളിലേക്കും എല്ലാം വലിച്ചടിച്ച് പൊട്ടിക്കും. കൈ കെട്ടിപ്പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ കെട്ടിപ്പിടിപ്പിച്ചിട്ടാണ് അടിക്കണം. പാവം എന്റെ അമ്മ അടിയെല്ലാം കൊള്ളും. അടിക്കുന്ന എന്റെ അപ്പൻ അറിഞ്ഞുകൂടാ എന്തിനാ അടിക്കണമെന്ന്, അടി കൊള്ളുന്ന എന്റെ അമ്മയ്ക്കും അറിഞ്ഞുകൂടാ എന്തിനാ അടി കൊള്ളുന്നതെന്ന്. അടി കൊണ്ട് അമ്മയുടെ ഈ കാലിന്റെ മുട്ടിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഭാഗം എല്ലാം പൊട്ടും. തുണിയും ചോരയും നമ്മൾ പൊട്ടിപ്പിടിച്ചിരിക്കും. അതിങ്ങനെ തുറന്ന് അമ്മ കാണിക്കും. എന്നിട്ട് അമ്മ ശങ്കനിട്ടിരിച്ച് കരയും. അപ്പോൾ അമ്മ അന്ന് കരയുമ്പോൾ ഞങ്ങളും കൂടെ ഇരുന്ന് കരയും. ഞങ്ങളുടെ വീടൊരു കരച്ചിലിന്റെ വീടായിരുന്നു. ഒരു നരകമായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത വീട്, എല്ലാവരും അത് ഉപേക്ഷിക്കപ്പെട്ട വീട്. നിരാശ നിറഞ്ഞ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ജോൺ കുര്യാക്കോസ് സ്വപ്നം കാണാൻ തുടങ്ങിയത്. ആ സ്വപ്നത്തിലേക്ക് നയിച്ചതാകട്ടെ ഒരു സുവിശേഷ പ്രാസംഗികന്. കോലഞ്ചേരി കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലായ പ്രൊഫസർ എം ഐ യോഹന്നാൻ സാറിന്റെ പ്രസംഗം കേൾക്കാൻ പോയതാണ് എന്റെ അമ്മയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്. അങ്ങോട്ട് പോയപ്പോൾ അമ്മ കരഞ്ഞ് വിലപിച്ച് സങ്കടപ്പെട്ടാണ് പോയത്. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല പ്രകാശം. അങ്ങനെ ആദ്യമായിട്ട് അമ്മ തിരിച്ചു കാണുന്നത് എന്റെ 14ാമത്തെ വയസ്സിൽ അമ്മ ഈ പ്രാർത്ഥനായോഗത്തിന് പോയിട്ട് വന്നപ്പോഴാണ്. അതുവരെയും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. എന്നും കരച്ചിൽ മാത്രമായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് സംഭവിച്ചു? അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മോനെ എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. ഒരു ക്ലാസ്സേ എന്റെ അമ്മ പഠിച്ചിട്ടുള്ളൂ, വിദ്യാഭ്യാസമില്ല. അമ്മ പറഞ്ഞു, യോഹന്നാൻ സാർ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം തരുവാൻ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ, ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. അമ്മ വേറെ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു, എന്റെ യേശുവേ, ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യേശുവേ, എനിക്കൊരിറ്റ സമാധാനം തരണേന്ന്. അമ്മ നല്ല സമാധാനത്തോടെ വന്നു. അമ്മ എന്നെയും വിളിച്ചു, മോനൊന്ന് വരുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് നിരാശപ്പെട്ടിരിക്കുകയല്ലേ. ആദ്യമായിട്ട് ഞാൻ ആ പ്രാർത്ഥനായോഗത്തിന് നിന്നു. ഞാനും എന്റെ അമ്മയോട് തീരുമാനിച്ചു എന്റെ പിതാവിനെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഈ പ്രാർത്ഥനായോഗത്തിന്. എന്താണെന്ന് ഞാനും അമ്മയും കൂടെ ആരും കാണാതെ പേടിച്ച് എന്റെ പിതാവിനെയും പ്രാർത്ഥനായോഗത്തിന് കൊണ്ടുപോയി. തുറന്നു പറഞ്ഞാൽ ആ ചെന്ന അന്ന് എന്റെ പിതാവിന്റെ രോഗം എന്നേക്കുമായി യേശുക്രിസ്തു മാറ്റി. പ്രസംഗിച്ചത് യോഹന്നാൻ സാറാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, അങ്ങനെ ഒരു വിഷയം എടുത്താണ് സാറ് പ്രസംഗിക്കുന്നത്. പ്രസംഗ മധ്യേ എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നാണ് എന്നോട് അമ്മ പറഞ്ഞത്. അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മയും ചാച്ചനെന്നാണ് എന്റെ പിതാവിനെ വിളിക്കുന്നത്, എന്റെ യേശുവെ എന്റെ ചാച്ചന്റെ ഭ്രാന്ത് ഒന്ന് മാറ്റണേന്ന് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു. എന്താണെങ്കിലും തിരിച്ചു വരുമ്പോൾ എന്റെ പിതാവിന് രോഗമില്ല. ഞങ്ങൾ യോഹന്നാൻ സാറിനോട് പറഞ്ഞില്ല ഞങ്ങളുടെ പിതാവിന്റെ ഭ്രാന്ത് മാറാൻ പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ അറിയുന്ന ദൈവം എന്റെ പിതാവിന്റെ ഭ്രാന്ത് എന്നേക്കുമായി മാറ്റി. കഴിഞ്ഞ 36 വർഷമായിട്ട് ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല എന്റെ പിതാവ്. മൂവാറ്റുപുഴയിലെ ഒരു ദന്തൽ ക്ലിനിക്കിൽ നിസ്സാര ശമ്പളത്തിന് ക്ലീനിംഗ് ജോലിക്ക് കയറിയ ജോൺ കുര്യാക്കോസ് ആണ് പുതിയ ഉത്പന്നത്തെക്കുറിച്ച്, പുതിയ സ്ഥാപനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന പ്രയത്നമായിരുന്നു പിന്നീട്. നിശ്ചയദാർഢ്യത്തോടെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. എന്റെ പിതാവിനോട് പറഞ്ഞു, മോനെ പഠിപ്പിക്കാൻ വിടാൻ മാർഗമില്ല, നീ ഒരു കാര്യം ചെയ്യുക, റബ്ബർ വെട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ 14ാമത്തെ വയസ്സിൽ SLC പാസ്സായി നിരാശപ്പെട്ടിരിക്കുമ്പോൾ റബ്ബർ വെട്ട് പഠിക്കാനായിട്ട് ഞാൻ പോവുക. റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ കൂടെ പഠിച്ചവർക്കെല്ലാം കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവരെല്ലാം നടന്നു പോകുമ്പോൾ ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുക. റോഡിന്റെ തൊട്ട് ചേർന്നാണ് ഈ മല, റബ്ബർ വെട്ടണ മല. ഞാൻ അന്ന് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, കോളേജിലോ പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് മാസം ഒരു 500 രൂപ ശമ്പളം കിട്ടുന്ന ജോലി തരുമോന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുന്നു. ഒരു കാര്യം ഞാൻ സത്യമായിട്ടും ഊന്നിപ്പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, മനുഷ്യന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എന്റെ കണ്ണുനീര് കണ്ടു, എനിക്കൊരു ജോലി കിട്ടി. 250 രൂപ ശമ്പളത്തിന് മൂവാറ്റുപുഴ പട്ടണത്തില് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലി. കറ തുടയ്ക്കുക, ടോയ്ലറ്റ് എല്ലാം വാഷ് ചെയ്യുക, ഡോക്ടർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം എല്ലാം കഴുകി വയ്ക്കുക, വേസ്റ്റ് എല്ലാം കൊണ്ടിക്കളയുക, പേഷ്യൻസ് തുപ്പിയിട്ടിരിക്കുന്ന സ്റ്റിച്ചൂണെല്ലാം വൃത്തിയാക്കുക. അങ്ങനെ അതെല്ലാമായിരുന്നു എന്റെ ജോലി. എന്നാൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയാണ്. 8 മുതൽ 5:30 വരെയാണ് ജോലി സമയം. പക്ഷെ ഞാൻ കാലത്തെ 6:30 വരും. ഒരു പെരുമ്പാവൂർ മെയിൽ വണ്ടിയുണ്ട്, അതിന് വരും. 6:30 മുതൽ 8 മണിയാകുമ്പോൾ എല്ലാ ജോലിയും തീർക്കും. പിന്നെ ഞാൻ ഫ്രീ ആയി.
ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ റെജി, എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് ഡോക്ടർ റെജി മാത്യു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോണിനെ ഞാൻ സെറ്റിംഗ് പഠിപ്പിക്കാമെന്ന്. അങ്ങനെ എടുത്തു എഴുതുന്ന വെപ്പ് പല്ല്, അതിന്റെ സെറ്റ്, അത് വെക്കാൻ എന്നെ അദ്ദേഹം, അത് സെറ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു. അന്ന് സൗത്ത് ഇന്ത്യയിൽ ഒറ്റയ്ക്കൊരു ഡെന്റൽ ലാബേ ഉള്ളൂ. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, അവിടെ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 10 ഒരെണ്ണം പോലും വായിൽ ഫിറ്റാവില്ല. മണിക്കൂറുകൾ ഡോക്ടർ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യണം ലേറ്റിൽ വെച്ച്. അടി ഒരു പാത്രത്തിൽ ബൗളിൽ വെള്ളമൊക്കെ വെച്ചേക്കും, കൈ ചൂടാവുന്നത്, കൈ പഴുക്കും. ഈ മെറ്റല് നിക്കൽ ക്രോമല്ലേ, മണിക്കൂറുകൾ പണിതാലും ഒരു ക്രൗൺ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഒരു ചിന്ത, ഒരാശയം അല്ല, കൃത്യമായി പറഞ്ഞ ഒരു സ്വപ്നം, എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഒരു ഡെന്റൽ ലാബ് തുടങ്ങണം. വേറെ ഒന്നും ചിന്തയില്ലായിരുന്നു. ഒരിക്കലും പണം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ പേഷ്യൻസിന്റെ കഷ്ടപ്പാട് മാറ്റണം, ഡോക്ടേഴ്സിന്റെ ഈ കെയർ സൈഡിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആ പ്രയാസം മാറ്റണം, അത്രയും മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്തായാലും ലാഭമില്ലാതെ അധ്വാനിക്കാൻ തുടങ്ങി. എന്നെ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ ഡോക്ടർ റെജി പഠിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, മൂലമറ്റം മുതൽ ഇങ്ങ് മൂവാറ്റൂർ വരെയുള്ള പല ഡെന്റൽ ക്ലിനിക്കുകളിലും, അത് മറ്റേ ഹോസ്പിറ്റലുകളിലും, മൂലമറ്റം ബിഷപ്പ് വയലിൽ ഹോസ്പിറ്റലിൽ, അവിടെയെല്ലാം രാത്രി മുഴുവൻ ഇരുന്ന് പണി. ഇവിടുന്ന് 5:30 ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പുറപ്പെടും, മൂലമറ്റം വരെ പോകും. അവിടെ രാത്രി മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യും, 4 വരെ ഇരുന്ന് പണി. അപ്പോൾ ഒരു ഡെന്റൽ സെറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ 75 രൂപ 100 രൂപ കിട്ടും അന്നത്തെ കാലത്ത്. രാത്രി പണിതാൽ ഒരു മാസം ചിലപ്പോൾ 5000 രൂപ കിട്ടും. 4750 5000 കിട്ടിയ മാസങ്ങളുണ്ട്. ഒരു പൈസ പോലും കളയാതെ ഞാൻ സൂക്ഷിച്ചു. എങ്ങനെയെങ്കിലും ഈ സ്ഥാപനം തുടങ്ങണം എന്നുള്ള അടങ്ങാനാവാത്ത ആഗ്രഹം. ഏതാണ്ട് 6 വർഷമായപ്പോൾ 5 ലക്ഷം രൂപ സമ്പാദിച്ചു. 15 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ലോൺ എടുത്തു. ഞങ്ങൾക്കൊരു 2.5 ഏക്കറും സ്ഥലമുണ്ട്, പക്ഷേ അതിന്റെ സർവേ നമ്പർ തെറ്റിക്കിടക്കുക. ഞാൻ തൊട്ടടുത്തുള്ള 2 അയൽവക്കക്കാരോട് ചെന്ന് കൊളാറ്ററൽ സെക്യൂരിറ്റിക്ക് വേണ്ടി സ്ഥലം ആവശ്യപ്പെട്ടു. അവർ 2 കൂട്ടരും തന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥനായോഗത്തിന് പോകുന്നവരായതുകൊണ്ട് സത്യസന്ധരാണ്. അതുകൊണ്ട് അവരെന്നെ സഹായിച്ച് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. പിൽക്കാലത്ത് അവരുടെ മക്കൾക്കെല്ലാം ജോലി കൊടുക്കുകയും അവരെ ഞാൻ എന്നും വളരെ ആദരവോടെ കാണുന്നു. എന്താണേലും സ്ഥാപനം തുടങ്ങി. ഞാനും ചേട്ടനും അനുജനും ഞങ്ങൾ 3 പേര്, 6 ജോലിക്കാർ, 290 സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെ നിന്നാണ് ആരംഭിച്ചത്. അവിടുന്ന് രാപകലില്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ മാത്രം ഉറങ്ങി അനേകം രാത്രികളുണ്ട്. അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടെല്ലാം വന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കാൻ പോയി. ഞാൻ ടാക്സിയിൽ ഇരുന്ന് പഠിച്ചതാണ് ജർമ്മൻ ഭാഷ. അത്യാവശ്യം ഉണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഇറ്റ്സ് ബിൻ ടെക്നിക്കൽ ഓഫ് ക്രൗഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഡെന്റൽ ടെക്നീഷ്യനാണ്. ദൈവം എന്നെ വളർത്തി. 290 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ദൈവം വളർത്തി. ഇന്ന് 1,75,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് ആകമായി. ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് മാത്രം. ഇപ്പോഴും ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അനുസരിതരണിയ ഇന്ന് ഏതാണ്ട് 3000-ലേറെ ജോലിക്കാരിവിടെയുണ്ട്. 3500-നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ പറയുന്നത് എപ്പോഴും പറയുന്നത്, ഷീസ് ആൻ ഏഞ്ചൽ ലൈക്ക് എന്നാണ്, മാലാഹയെ പോലെയാണ്, ഏറ്റവും നല്ലൊരു ബെറ്റർ ഹാഫ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ ജോലിക്കാർ അവരെൻ്റെ ഏറ്റവും അടുത്ത, എൻ്റെ സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചിന്ത അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്വത്തെന്നാണ്. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റിയ മണ്ണില്ലെന്ന് വ്യവസായികൾ പലരും പറയും. പക്ഷേ എൻ്റെ അഭിപ്രായം നേരെ മറിച്ചാണ്. കേരളം പോലെ വ്യവസായം തുടങ്ങാൻ പറ്റിയൊരു മണ്ണില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്ത് നടക്കും? ഒന്നും നടക്കില്ല. സത്യം, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാനൊരാൾ ചോദിച്ചാൽ എത്ര വല്ലുണ്ടാക്കും? എന്റെ കൂടെ നിൽക്കുന്നവരില്ലാതെ എനിക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ബോധ്യം എന്നെ എപ്പോഴും ഭരിക്കുന്നു, എന്നെ നയിക്കുന്നു. ഇഹത്തിലെ ധനം, സുഖം, യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ട് പോവുകയില്ല മർത്തിന് അന്ത്യയാത്രയും. പിന്നെ എന്താ? അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതൻ വരുത്തിരും മഹത്തരം പ്രയോജനം പരത്തിലും.